എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. കിടക്കുന്നത് കണ്ടില്ലേ? അടിച്ചോടിച്ചു പാവം കിട്ട. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ക്യാമറയും പിടിച്ചുകൊണ്ട് ചുറ്റിനും കിടന്ന് കറങ്ങുവാണ്. അവർക്ക് അവിടെ നിൽക്കാനോ ശ്വാസം വിടാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇത്രയും വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള ജീവികളായി മാറരുത്. മനുഷ്യരാണെന്നുള്ള ബോധം വേണം. ഇതിപ്പോ ഏതൊരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യാതെ ഒരു ക്യാമറയും കൊണ്ട് ഇങ്ങനെ കടന്ന് കറങ്ങുക. അവർക്ക് നിന്ന് തിരിയാനായിട്ട് പറ്റത്തില്ല. വയറ്റിപ്പാടല്ല മോനെ, വയറ്റിപ്പാടല്ല ചവിട്ടിപ്പാട്. നിന്റെയൊക്കെ കയ്യിൽ ഓരോ ക്യാമറയൊക്കെ പിടിച്ചോണ്ട് ഇരിക്കുമ്പോഴും നീയൊക്കെ മനുഷ്യരാണെന്നുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടാവണം. അപ്പം സ്വാഭാവികമായിട്ട് ആരായാലും ഇത് പ്രതികരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണം ഇത്തിരി ലേറ്റ് ആയി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി പല ആൾക്കാരും പ്രതികരിക്കും. ഒരു ക്യാമറയും കൊണ്ട് ഓരോ ആളുടെ പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറുന്നതിനകത്ത് ഒരു മര്യാദയൊക്കെ ഉണ്ട്. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായി. ഒരു മനുഷ്യന്റെ പ്രൈവസിയെ ഉൾക്കൊള്ളാനുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ സ്വന്തം അച്ഛനെയും അമ്മേനെയൊക്കെ നീയൊക്കെ കൊന്നിട്ട് നീയൊക്കെ ഒരു കാര്യം ചെയ്യും, വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് കണ്ടന്റ് ഉണ്ടാക്കി ഇറക്ക്. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. നിനക്കൊന്നും ആ ഒരു ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ നീ ഈ ഒരു പണിക്ക് നിൽക്കരുത്. അവരുടെ മക്കൾക്ക് പോലും മര്യാദയ്ക്ക് സൗകര്യപൂർവ്വം അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അവരുടെ ആ കർമ്മങ്ങൾ ചെയ്യാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം വളരെ മോശപ്പെട്ട, വളരെ തരം താഴ്ന്ന ഒരു രീതിയായിപ്പോയി. അവന്റെ മുഖത്ത് നോക്കി ഞാനല്ല പറയേണ്ടത്, രണ്ടാട്ടാണ്. നമ്മളെ സ്വന്തം കുടുംബത്തിനകത്ത് നമ്മൾക്ക് സംഭവിച്ചെങ്കിൽ, നമ്മളെ സഹോദരങ്ങൾക്ക്, നമ്മളുടെ മക്കൾക്കൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഇതും പൊക്കിപ്പിടിച്ചോണ്ട് ചെല്ലുവോ? പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പമ്മ. നിന്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ മരിക്കുമ്പോൾ ഇതണക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ സഹിക്കുവോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിനക്കൊക്കെ ഒരു ബോധം വേണ്ടേ? ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലല്ലോടെ അവിടെയൊക്കെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് മനുഷ്യന്റെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ മൺമറഞ്ഞു പോയി. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്ന ഇവന്മാരൊക്കെ? കുറച്ചൊക്കെ ഒരു മര്യാദ, മിനിമം മാനേഴ്സ് എന്നൊക്കെ പറയുന്ന സാധനം ആവാൻ കേട്ടാ. ദയവ് ഇത് ഈ പണിക്കിനി ഇറങ്ങരുത്. കഷ്ടം. യവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്.